എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. റെയിൽവേ NTPC നോട്ടിഫിക്കേഷൻ ഇങ്ങ് വന്നേക്കാണ്. ഈ കഴിഞ്ഞ 14-ാം തീയതി മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം. അപ്പോൾ കുറച്ച് പേരൊക്കെ അപ്ലൈ ചെയ്ത് തുടങ്ങി കാണും, പക്ഷേ ഒരുപാട് പേർക്ക് ഒരുപാട് ഡൗട്ട്സ് കാണും. അതായത് നിങ്ങൾക്ക് പ്രധാനമായിട്ട് വരുന്ന ഡൗട്ട് ഇതാണ്: ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ടത്? ഓരോ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി എത്ര വർഷമാണോ? 3 വർഷമാണോ അതോ 1 വർഷമാണോ വാലിഡിറ്റി? ദെൻ സേഫ് സോൺ ഏതാണ്? മുമ്പത്തെ കട്ട് ഓഫ് ഏതാണ്? ഒരാൾക്ക് ഒന്നിലധികം പോസ്റ്റുകൾ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഒന്നിലധികം പോസ്റ്റുകൾ അപ്ലൈ ചെയ്താൽ നമുക്കതിന് സെപ്പറേറ്റ് ആയിട്ട് ഫീസ് അടയ്ക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെയൊക്കെ ഒത്തിരി ഡൗട്ട്സ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരൊറ്റ സെഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഇൻഫർമേഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻസ് ആയിക്കോട്ടെ, ലാസ്റ്റ് ഡേറ്റ് ആയിക്കോട്ടെ, എല്ലാം നിങ്ങൾ അപ്ഡേറ്റഡ് ആയിരിക്കും. മാത്രമല്ല ഒന്നും നിങ്ങൾ അറിയാതെ പോകത്തില്ല. സോ ഫസ്റ്റ് നമ്മൾ നോട്ടിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും 5 പോസ്റ്റുകളിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത്. അതായത് നോക്കുക, ഈ കാണുന്ന പോസ്റ്റുകളിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത്. 2 ലെവൽ 6 പോസ്റ്റ്. ലെവൽ 6 പോസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി പോസ്റ്റുകളാണ്. അത് കഴിഞ്ഞ 3 ലെവൽ 5 പോസ്റ്റുകളിലേക്ക് ചേർത്ത് 5 പോസ്റ്റുകളിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത്. ഒന്ന് ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസറാണ്. ഇതാദ്യമായിട്ടാണ് ഇങ്ങനൊരു പോസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത്. മുമ്പ് ഇതൊരു പ്രൊമോഷണൽ പോസ്റ്റ് ആയിരുന്നു. ദെൻ അത് കഴിഞ്ഞ് രണ്ടാമത്തേത് സ്റ്റേഷൻ മാസ്റ്റർ, മൂന്നാമത്തേത് ഗുഡ്സ് ട്രെയിൻ മാനേജർ, ദെൻ അത് കഴിഞ്ഞ് ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ്, പിന്നെ സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്. അങ്ങനെ 5 പോസ്റ്റുകളിലേക്ക് നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് മനസ്സിലാക്കാം, നിങ്ങളിത് അപ്ലൈ ചെയ്യുമ്പോൾ ഒരാൾക്ക് ഒന്നിലധികം പോസ്റ്റുകളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് എല്ലാ പോസ്റ്റുകളിലേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഒരൊറ്റ ഫീസ് മാത്രം അടച്ചാൽ മതി. അതായത് മെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ 500 രൂപ, ദെൻ ഫീമെയിൽ ആണെങ്കിലോ SC/ST ആണെങ്കിലോ PWD ആണെങ്കിൽ എത്രയാണ്, 250 രൂപ. അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. സോ ആപ്ലിക്കേഷൻ ഫീയുടെ പ്രത്യേകത, ഇവരിപ്പോൾ 500 രൂപ ആപ്ലിക്കേഷൻ ഫീ മേടിച്ചാൽ നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞാൽ 400 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യും, റീഫണ്ട് ആവും. സോ ഫലത്തിൽ 100 രൂപ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഒരാൾക്ക് ഒന്നിലധികം പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സെപ്പറേറ്റ് ആയിട്ട് ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒറ്റത്തവണ മാത്രം എന്ത് ചെയ്താൽ മതി, ഫീസ് അടച്ച് അപ്ലൈ ചെയ്താൽ മതി. ക്ലിയർ ആണ്. പിന്നെ നെക്സ്റ്റ് അടുത്ത് ഇതിൻ്റെ ഏജ് ലിമിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. അതായത് പണ്ടൊക്കെ ആണെങ്കിൽ ഡിഗ്രി ലെവൽ പോസ്റ്റുകളുടെ ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ കോവിഡ് കാരണം 3 വർഷത്തെ ഒരു ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതായത് നിങ്ങൾ അൺറിസർവ്ഡ് കാറ്റഗറി ആണെങ്കിൽ, ജനറൽ ആണെങ്കിൽ ഏജ് ലിമിറ്റ് വരുന്നത് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ OBC ആണെങ്കിൽ 3 വർഷം ഇളവുണ്ട്. അതായത് 39 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. SC/ST ആണെങ്കിൽ 5 വർഷം ഇളവുണ്ട്. 41 വയസ്സ് വരെ എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1/1/2025 ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിൽ നിന്ന് എന്ത് ചെയ്താൽ മതി, കുറച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എക്സാക്റ്റ് ആയിട്ടുള്ള എന്ത് കിട്ടും, ഡേറ്റ് കിട്ടും. ക്ലിയർ ആണ്. നെക്സ്റ്റ് അടുത്ത് ഇനി നെക്സ്റ്റ് വൺ, ഏത് സോണാണ് സേഫ്? അത് പലർക്കും ഒരു ഡൗട്ടുണ്ട്, ഏത് സോണിലേക്ക് അപ്ലൈ ചെയ്യണം. വേക്കൻസി കൂടുതൽ വെസ്റ്റ് ബംഗാൾ അല്ലേ, മുംബൈ അല്ലേ, അങ്ങോട്ട് പോകണോ, അങ്ങനെയൊക്കെ നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഏത് സോണാണ് സേഫ് എന്നുള്ളത് ഞാനൊരു സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. കാര്യം ഒരുപാട് ഫാക്ടേഴ്സ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് പറ്റുന്നൊരു സോൺ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സെലക്ട് ചെയ്യുക. ക്ലിയർ ആണ്. ഇനി അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ, അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്, അപ്ലൈ ചെയ്യാനായിട്ട് ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്, അതാണ് നെക്സ്റ്റ് എല്ലാവരുടെയും വരുന്ന ഡൗട്ട്. അപ്പോൾ നിങ്ങൾ ഏത് സോണിലേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ RRB ചെന്നൈ എടുക്കാം. RRB ചെന്നൈ ഇതെടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ബാംഗ്ലൂർ ആയിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് തിരുവനന്തപുരം ആയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോൺ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. വേക്കൻസി അനുസരിച്ച് എന്ത് ചെയ്യാം, നമുക്ക് ജോലി ചെയ്യാനുള്ള സ്ഥലം അനുസരിച്ച് നമ്മളത് സെലക്ട് ചെയ്യാം. ഒരാൾക്ക് ഒരു സോണിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒന്നിലധികം സോണുകൾ നമ്മൾ സെലക്ട് ചെയ്താൽ പറ്റുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒന്ന് റെയിൽവേ എന്ത് ചെയ്യും, നമ്മൾ ഡീബാർ ചെയ്യും. പിന്നെ നമുക്ക് ഒരിക്കലും ഒരു എക്സാം എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എഴുതാൻ പറ്റത്തില്ല. സോ ഇഷ്ടമുള്ള ഒരു സോൺ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ RRB ചെന്നൈ എടുത്തേക്കാണ്. അവരുടെ വെബ്സൈറ്റ് ഫസ്റ്റ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, അവിടെ ഫസ്റ്റ് കിടക്കുന്ന ഇങ്ങനെയാണ്, നോട്ടിഫിക്കേഷൻ നമ്പർ, കാറ്റഗറി നമ്പർ 5/2024. അവിടെ നോട്ടിഫിക്കേഷൻ കിടപ്പുണ്ട്, ഇംഗ്ലീഷിലും ഹിന്ദിയിലൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് വായിച്ചു നോക്കുക. ഞാനത് കഴിഞ്ഞ് ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഓൺലൈൻ, അത് സെലക്ട് ചെയ്തു. അപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ നേരെ ആപ്ലിക്കേഷൻ വിൻഡോയിലേക്ക് എന്ത് ചെയ്യാൻ പോകും, അവിടെ കിടപ്പുണ്ട് അപ്ലൈ, ക്രിയേറ്റ് ആൻ അക്കൗണ്ട്, പിന്നെ ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഇതിനു മുമ്പ് നിങ്ങളൊരു റെയിൽവേ എക്സാം അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ JEE ആയിക്കോട്ടെ, RPF ആയിക്കോട്ടെ, ടെക്നീഷ്യൻ ആയിക്കോട്ടെ, പാരാമെഡിക്കൽ ആയിക്കോട്ടെ, ഇതൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ
നിങ്ങൾക്ക് പുതുതായിട്ടൊരു അക്കൗണ്ട് തുടങ്ങേണ്ട ആവശ്യമല്ല. ഓൾറെഡി നിങ്ങൾ അക്കൗണ്ട് അവിടെ തുടങ്ങിയിട്ടുണ്ട്. സോ നിങ്ങൾ പുതുതായിട്ടാണ് റെയിൽവേ എക്സാം അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, ആദ്യമായിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവിടെ എന്ത് കൊടുക്കുക? ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുക്കുക. ക്രിയേറ്റ് ആൻ അക്കൗണ്ട്. അപ്പോൾ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുക്കുമ്പോൾ അപ്പോൾ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ വിൻഡോ വരും. അതായത് പ്ലീസ് നോട്ട്, നിങ്ങൾ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റോ അല്ലെങ്കിൽ ടെക്നീഷ്യനോ അല്ലെങ്കിൽ RPFലെ സബ് ഇൻസ്പെക്ടറോ കോൺസ്റ്റബിളോ പിന്നെ അത് കഴിഞ്ഞ് ജൂനിയർ എഞ്ചിനീയറോ പോസ്റ്റുകളിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും വെച്ച് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്താൽ മതി. പുതുതായിട്ട് അക്കൗണ്ട് തുടങ്ങേണ്ട ആവശ്യമില്ല എന്ന് ഫസ്റ്റ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്ത് കൊടുക്കുക? പുതുതായിട്ടാണെങ്കിൽ ഓക്കെ കൊടുക്കുക. ഇവിടെ ഫസ്റ്റ് കാണുന്നത് കൺട്രി ഓഫ് നാഷണാലിറ്റി. ഓക്കെ, നമ്മൾ ഇന്ത്യൻ ആണ്, അത് ഇന്ത്യൻ തന്നെ കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത ഫുൾ നെയിം. ഇവിടെ ചെറിയൊരു പണിയുണ്ട്. കണ്ടോ, ഫുൾ നെയിം നിങ്ങൾ കണ്ടായിരുന്നു. ഞാനൊന്ന് സൂം ചെയ്തു തരാം. ഇവിടെ മുതലാണ് നമുക്ക് ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഫസ്റ്റ് വൺ, ഒന്ന് ഫുൾ നെയിം ആസ് റെക്കോർഡഡ് ഇൻ മെട്രിക്കുലേഷൻ. അതായത് നമ്മുടെ 10ാം ക്ലാസ്സിലെ സ്കൂൾ സർട്ടിഫിക്കറ്റിനകത്ത്, നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ സ്കൂൾ സർട്ടിഫിക്കറ്റിനകത്ത് എന്ത് പേരാണോ കിടക്കുന്നത് അതേപോലെ തന്നെ ഇതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ അപ്ലൈ ചെയ്തേക്കാം. അതായത് ഇപ്പോൾ ചിലർക്കൊക്കെ ആണെങ്കിൽ സർട്ടിഫിക്കറ്റ് ചെറിയ എററും ബാക്കിയൊക്കെ കാണും. നിങ്ങളിതുവരെ തിരുത്തിയിട്ടൊന്നുമില്ലെങ്കിൽ ഇനി പെട്ടെന്നൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തിരുത്താൻ പറ്റത്തില്ല. അഥവാ ഒന്ന് അന്വേഷിച്ച് നോക്കുക. പെട്ടെന്ന് തിരുത്താൻ പറ്റുമെങ്കിൽ നിങ്ങൾ തിരുത്തുക. അല്ലെങ്കിൽ ജസ്റ്റ് ചെറിയ എററൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക? അത് തന്നെ ആവശ്യം അപ്ലൈ ചെയ്തേക്കുക. ബാക്കി നമുക്ക് പിന്നെ നോക്കാം. സോ ഇവിടെ എന്ത് കൊടുക്കുക? ഇവിടെ പേര് കൊടുക്കുക. ആസ് പെർ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ്. ഇവിടെ മാത്രമല്ല, നിങ്ങൾ താഴേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിക്കോട്ടെ. ഇപ്പോൾ ഒരുപാട് പേർക്ക് ഡേറ്റ് ഓഫ് ബർത്ത് യഥാർത്ഥത്തിൽ ഒന്നായിരിക്കും, SSLC സർട്ടിഫിക്കറ്റിൽ മറ്റൊന്നായിരിക്കും. സോ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിനകത്ത് ഏത് ഡേറ്റ് ഓഫ് ബർത്ത് ആണോ കിടക്കുന്നത് അത് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ചൂസ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണ്. പിന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത താഴേക്ക് വരുമ്പോൾ ഫാദേഴ്സ് നെയിം. ഇതൊക്കെ മാൻഡേറ്ററി ഫീൽഡാണ്. ഫാദേഴ്സ് നെയിം എന്താ കിടപ്പുണ്ട്? ഫാദേഴ്സ് നെയിം ആസ് റെക്കോർഡഡ് ഇൻ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ്. അതായത് 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിനകത്ത് എന്താണോ കിടക്കുന്നത് അത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ക്ലിയർ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടതെന്ന് നോക്കുമ്പോൾ NTPC അപ്ലൈ ചെയ്യാനായിട്ട് ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് നമുക്ക് വേണം. സോ ഫസ്റ്റ് വൺ, ഒന്ന് 10th അല്ലെങ്കിൽ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. രണ്ടാമത്തേത് 12th സർട്ടിഫിക്കറ്റ് ആണ്. മൂന്നാമത്തേത് ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. സോ 3 സർട്ടിഫിക്കറ്റ്, 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് വേണം, +2ൻ്റെ സർട്ടിഫിക്കറ്റ് വേണം, ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ ഇവിടെ നമ്മൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പകരം നിങ്ങളുടെ റോൾ നമ്പർ ഏത് ഡേറ്റിലാണോ പാസ്സായത് അത് മാത്രം എന്ത് ചെയ്താൽ മതി? മെൻഷൻ ചെയ്താൽ മതി. അല്ലാതെ ഒരു സർട്ടിഫിക്കറ്റ് മീൻസ് 10th ആയിക്കോട്ടെ, 12th ആയിക്കോട്ടെ, ഡിഗ്രി ആയിക്കോട്ടെ, ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ നിങ്ങളുടെ റോൾ നമ്പർ പിന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത് ഏത് ഡേറ്റിലാണോ പാസ് ഔട്ട് ആയത് അത് മാത്രം മെൻഷൻ ചെയ്താലും മതിയാവും. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മുടെ ക്വാളിഫിക്കേഷൻ തന്നെ എന്താണ്? എനി ഡിഗ്രി ഫ്രം എ വാലിഡ് യൂണിവേഴ്സിറ്റി. അത്രമാത്രം എന്ത് ചെയ്യുന്നുള്ളൂ പറയുന്നുള്ളൂ. NTPCക്ക് അതാണ്. നിങ്ങൾക്ക് ബിടെക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അടുത്ത് അല്ലാതെ ആർട്സ് ഡിഗ്രി എടുത്തവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, സയൻസ് ഡിഗ്രി എടുത്തൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. എല്ലാവർക്കും എനി ഡിഗ്രി ഫ്രം എ വാലിഡ് യൂണിവേഴ്സിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ പോസ്റ്റിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ആദ്യം ഈ 3 സർട്ടിഫിക്കറ്റ്സ് വേണം. നെക്സ്റ്റ് വൺ അടുത്ത് ആധാർ കാർഡ് വേണം. ഓക്കെ, അപ്പോൾ ആധാർ കാർഡ് നിങ്ങൾ നോട്ടിഫിക്കേഷൻ വിൻഡോ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആധാർ കാർഡ്. അപ്പോൾ ആധാർ കാർഡ് താഴെ കിടപ്പുണ്ട്. ആധാർ വെരിഫിക്കേഷൻ, പ്ലീസ് എൻ്റർ യുവർ ആധാർ നമ്പർ. അതിനെ വെരിഫൈ യൂസിങ് ആധാർ. അതുകൊണ്ട് സംഭവം, അതായത് അപ്പോൾ നിങ്ങൾ വെരിഫൈ ചെയ്യുന്ന സമയത്ത് OTP വരും. സോ നിങ്ങളുടെ ഏത് മൊബൈൽ നമ്പറിലാണോ ലിങ്ക് ചെയ്തേക്കുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതും കൂടെ എന്ത് ചെയ്യുക? ഒന്ന് കയ്യിൽ വെച്ചേക്കുക. അത് ആധാർ നമ്പർ മാൻഡേറ്ററി ആണ്. അപ്പോൾ ഓർത്തിരിക്കുക, ആ മൊബൈൽ നമ്പറും കൂടെ ഒന്ന് കയ്യിലൊന്ന് വെച്ചേക്കുക. ഓക്കെ, ക്ലിയർ ആണ്. അപ്പോൾ നെക്സ്റ്റ് എന്ത് വേണം? നമുക്ക് ആധാർ കാർഡ് വേണം. പിന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ, ഇനിയാണ് നമ്മുടെ ഡൗട്ട് വരുന്നത്, കമ്മ്യൂണിറ്റി ഡീറ്റെയിൽസ്. സോ കമ്മ്യൂണിറ്റി ഡീറ്റെയിൽസ് ആണെങ്കിൽ അത് നിങ്ങളിപ്പോൾ ഒരു അൺറിസർവ്ഡ് കാറ്റഗറിയാണ് സങ്കല്പിക്കുക, നിങ്ങൾ ജനറൽ ആണെന്ന് സങ്കല്പിക്കുക, നിങ്ങൾക്ക് ഒന്നിൻ്റെയും ആവശ്യം വരുന്നില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അപ്ലൈ കൊടുത്തങ്ങിപ്പോൾ ബാധകമല്ല. ഇനി അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത് SC/ST സർട്ടിഫിക്കറ്റ്. സോ SC/ST സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അവിടെ ഫസ്റ്റ് മനസ്സിലാക്കുക, SC/ST ആയാലും OBC NCL ആയാലും EWS ആയാലും ഇതൊന്നും തന്നെ നമ്മുടെ PSC എഴുതാൻ പോകുമ്പോൾ നമ്മൾ മേടിക്കത്തില്ലേ, ആ സാധനം അല്ല വേണ്ടത്. ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നോംസ് അനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റാണ് നമുക്ക് വേണ്ടത്. അതായത് ചുരുങ്ങിയത് തഹസിൽദാർ സൈൻ ചെയ്ത സർട്ടിഫിക്കറ്റാണ് നമുക്കിവിടെ വേണ്ടത്. ക്ലിയർ ആണ്? അല്ലാതെ നമ്മൾ നോർമൽ സർട്ടിഫിക്കറ്റ് അല്ലേ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ OBC NCL സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി 3 വർഷമാണ് അല്ലേ. നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് നോക്കുകയാണെങ്കിൽ 3 വർഷമാണ് കാലാവധി. പക്ഷേ നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് നോക്കുകയാണെങ്കിൽ വാലിഡിറ്റി എത്ര വർഷമാണ്? 1 വർഷമാണ് വാലിഡിറ്റി വരുന്നത്. ഓക്കെ, ക്ലിയർ ആണ്? അപ്പോൾ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഇവിടെ തഹസിൽദാർ ഒപ്പുവെച്ച അംഗീകരിച്ച സർട്ടിഫിക്കറ്റാണ് നമുക്കിവിടെ വേണ്ടത്. സോ ഫസ്റ്റ് വൺ, നിങ്ങളിപ്പോൾ SC/ST ആണെന്ന് സങ്കല്പിക്കുക.
ഇപ്പോൾ SC/ST ആണെങ്കിൽ ഒന്ന് ഏജ് റിലാക്സേഷൻ ഉണ്ട്, 41 വയസ്സ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ സർട്ടിഫിക്കറ്റ് മേടിക്കുന്ന സമയത്ത് ഓൾറെഡി എനിക്ക് തോന്നുന്നു SC/ST സർട്ടിഫിക്കറ്റ് എല്ലാം എല്ലാവരുടെയും കയ്യിൽ കാണാനാണ് ചാൻസ് വരുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ അക്ഷയ സെൻറ്ററിലേക്ക് പോവുക. അക്ഷയ സെൻറ്ററിൽ പോകുമ്പോൾ എന്തൊക്കെ കയ്യിൽ കൊണ്ടുപോവുക, ഒന്ന് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് കൊണ്ടുപോവുക, അത് കഴിഞ്ഞ് റേഷൻ കാർഡ് കൊണ്ടുപോവുക, ആധാർ കാർഡ് കൊണ്ടുപോവുക, പിന്നെ അച്ഛൻ്റെ SSLC സർട്ടിഫിക്കറ്റും കൂടെ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് കൊണ്ടുപോവുക. അപ്പോൾ ഇത്രയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, SC/ST സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നേരെ എങ്ങോട്ട് പോയാൽ മതി, അക്ഷയയിലേക്ക് പോയാൽ മതി. സോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എടുത്തു പറയാൻ മറക്കണ്ട, നിങ്ങൾക്ക് ഒരു സെൻട്രൽ ഗവൺമെൻറ് എക്സാം എഴുതാൻ പോവുകയാണ്, അല്ലെങ്കിൽ റെയിൽവേ എക്സാം എഴുതാൻ പോവുകയാണ്. സോ തഹസിൽദാർ ഒപ്പുവെച്ച സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് SC/ST സർട്ടിഫിക്കറ്റ് കിട്ടും. ഇതെനിക്ക് തോന്നുന്നു അധികം ആർക്കും ഇത് ബാധകമല്ല, കാരണം എല്ലാവരും ഈ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്ത് വച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത് OBC സർട്ടിഫിക്കറ്റ്, OBC NCL സർട്ടിഫിക്കറ്റ്, നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഈ OBC NCL സർട്ടിഫിക്കറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഈ OBC NCL സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി വന്നിട്ട് 1 വർഷമാണ് കാലാവധി, 3 വർഷമല്ല. തഹസിൽദാർ ഒപ്പുവെച്ച സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി വന്നിട്ട് 1 വർഷമാണ്. ഇപ്പോൾ PSC ഒക്കെ ആണെങ്കിൽ 3 വർഷം വാലിഡിറ്റി ഉള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട്. പക്ഷേ ഇവിടെ 1 വർഷമാണ് ഇതിൻ്റെ വാലിഡിറ്റി വരുന്നത്. ജസ്റ്റ് 1 വർഷം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, വാലിഡിറ്റി വരുന്നുള്ളൂ. അപ്പോൾ ഇത് ഈ OBC NCL സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഇല്ല എങ്കിൽ നിങ്ങൾ അത് എങ്ങനെയാണ് മേടിക്കേണ്ടതെന്ന് ചോദിച്ചാൽ നേരെ എന്ത് ചെയ്യുക, നേരെ നിങ്ങൾ അക്ഷയയിലോട്ട് പോവുക. അപ്പോൾ അക്ഷയയിലോട്ട് പോകുമ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സും കൂടെ കൊണ്ടുവേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, നിങ്ങൾ അക്ഷയയിലോട്ട് പോകാനായിട്ട്. ഒന്ന് SSLC സർട്ടിഫിക്കറ്റ് വേണം, 2 ലാൻഡ് ടാക്സിൻ്റെ റെസിപ്റ്റ് വേണം, 3 റേഷൻ കാർഡ് വേണം. ഓക്കെ, റേഷൻ കാർഡ്, ലാൻഡ് ടാക്സ് റെസിപ്റ്റ് ഇപ്പോൾ നിങ്ങളുടെ പേരിൽ അച്ഛൻ്റെ അമ്മേൻ്റെ പേരിലാണെങ്കിൽ അതെന്ത് ചെയ്യുക, കൊണ്ടുപോവുക. റേഷൻ കാർഡ് കൊണ്ടുപോവുക. പിന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് അടുത്ത് സാലറി സർട്ടിഫിക്കറ്റ് കൊണ്ടുപോവുക. അപ്പോൾ ഈ സാലറി സർട്ടിഫിക്കറ്റ്, അപ്പോൾ നമുക്ക് സാലറി ഇല്ല, ആരുടെ സാലറി കൊണ്ടുപോകേണ്ടത്, നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും സാലറി സർട്ടിഫിക്കറ്റ് കൊണ്ടുപോവുക, അല്ലെങ്കിൽ രക്ഷകർത്താക്കളുടെ സാലറി സർട്ടിഫിക്കറ്റ് കൊണ്ടുപോവുക. അവർക്ക് സാലറി സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് റേഷൻ കാർഡ് മാത്രം കൊണ്ടുപോയാൽ മതി. കാര്യം റേഷൻ കാർഡിനകത്ത് വാർഷിക വരുമാനം എന്ത് ചെയ്തിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ ആധാർ കാർഡും കൂടി ചേർത്ത് എന്ത് ചെയ്യുക, നേരെ അക്ഷയയിലോട്ട് പോവുക. ക്ലിയർ ആണ്? ഈ 5 ഡോക്യുമെൻറ്റ്സ് ആണ് നമുക്ക് OBC NCL സർട്ടിഫിക്കറ്റ് എടുക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോവുക, അവരോട് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക, റെയിൽവേ എക്സാം എഴുതാൻ പോവുകയാണ്, സോ എനിക്ക് തഹസിൽദാർ ഒപ്പുവെച്ച സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് വരും, നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും. ഇപ്പോൾ റെയിൽവേ, ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മൾ റെയിൽവേ എക്സാം എഴുതാൻ പോകുമ്പോൾ നമുക്ക് റെയിൽവേ ഫോർമാറ്റിലുള്ള സർട്ടിഫിക്കറ്റാണ് നമുക്ക് വേണ്ടത്. അത് മേടിച്ച് വെച്ചാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അത് കിട്ടാനായിട്ട് ഒരു കാര്യം കൂടെ നിങ്ങൾ ചെയ്താൽ മതി. നേരെ എന്ത് ചെയ്യുക, ഇത് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തിട്ട് നേരെ എന്ത് ചെയ്യുക, നിങ്ങൾ വില്ലേജ് ഓഫീസിലേക്ക് പോവുക. വില്ലേജ് ഓഫീസിലേക്ക് പോകുമ്പോൾ അവരോട് പറയുക ഇന്നതാണ് ആവശ്യം. അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് ഇപ്പോൾ റെയിൽവേയുടെ ഈ നോട്ടിഫിക്കേഷനകത്ത് തന്നെ OBC NCL സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് കിടപ്പുണ്ട്. അതിൻ്റെ ഒരു പ്രിൻറ്റും കൂടി എടുത്തുകൊണ്ട് പോവുക. അപ്പോൾ അവർ നിങ്ങൾക്കൊരു ഫോം തരും, അതിനെ ഫില്ല് ചെയ്തിട്ട് നിങ്ങളുടെ സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സും കൂടെ ചേർത്ത് എന്ത് ചെയ്യുക, അങ്ങ് കൊടുക്കുക. ഇത് നേരെ എങ്ങോട്ട് ഫോർവേഡ് ചെയ്യും, നമ്മുടെ തഹസിൽദാർക്ക് എന്ത് ചെയ്യും, ഫോം ചെയ്യും, താലൂക്ക് ഓഫീസിലേക്ക് അവർ ഫോർവേഡ് ചെയ്യും. അപ്പോൾ നേരെ അങ്ങോട്ട് താലൂക്ക് ഓഫീസിലേക്ക് പോകുമ്പോൾ തഹസിൽദാർ ഇതിനെ സീല് വെച്ച് നിങ്ങൾക്കൊരു നമ്പർ ഇട്ട് എന്ത് ചെയ്യും, ആ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ തരും. അപ്പോൾ ആ നമ്പറാണ് പ്രധാനപ്പെട്ട സാധനം. അങ്ങനെ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഈ OBC NCL സർട്ടിഫിക്കറ്റ് കിട്ടും. അല്ലാതെ അക്ഷയയിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ആയാലും മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് റെയിൽവേയുടെ ഫോർമാറ്റിലാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി, കുറേ കുഴപ്പമൊന്നുമില്ല, രണ്ടും എല്ലാം ഓക്കെയാണ്. ഓക്കെ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ എടുത്ത് ഇൻ കേസ് നിങ്ങളുടെ ഈ OBC NCL സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി തീരാറായി എന്നൊക്കെ നിങ്ങൾ സങ്കല്പിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് വേണം എങ്കിൽ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല, നേരെ താലൂക്ക് ഓഫീസിലേക്ക് പോവുക, കാര്യം പറയുക, ഒരു ഫോം എടുക്കുക, അപേക്ഷിക്കുക. അപ്പോൾ അവർ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് തരും, നിങ്ങൾക്ക് ഈ OBC NCL സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് പുതിയ വാലിഡിറ്റിയിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരും. ഓക്കെ, അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ ഈ നോട്ടിഫിക്കേഷൻ അവസാനിക്കുന്ന സമയം വരെ അതിന് വാലിഡിറ്റി ഉണ്ടാവണം, അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വരെ അതിന് വാലിഡിറ്റി ഉണ്ടായിരിക്കണം. ക്ലിയർ ആണ്? ഓക്കെ, അപ്പോൾ ഇതാണ് OBC NCL സർട്ടിഫിക്കറ്റ് നമുക്ക് വേണ്ടത്. 1 വർഷമാണ് കാലാവധി. നെക്സ്റ്റ് വൺ അടുത്ത് നമ്മുടെ എക്കണോമിക്കൽ വീക്കർ സെഷൻ ആണെങ്കിൽ EWS സർട്ടിഫിക്കറ്റാണ് നമുക്ക് വേണ്ടെങ്കിൽ അതിൻ്റെയും കാലാവധി 1 വർഷമാണ്. സാധാരണ ഫിനാൻഷ്യൽ ഇയർ ആണ്. ഇപ്പോൾ 2004 ഏപ്രിൽ മുതൽ 2024 ഏപ്രിൽ മുതൽ 2025 മാർച്ച് 31 വരെയുള്ള വാലിഡിറ്റിയിൽ നിങ്ങൾക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും. അതാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ ഇതാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത്രയും സർട്ടിഫിക്കറ്റ്സ് ആണ് ആവശ്യമുള്ളതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ അപ്ലൈ ചെയ്തേക്കും. നിങ്ങളിപ്പോൾ EWS ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് മേടിക്കുക, OBC ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് മേടിക്കുക, SC/ST ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അപേക്ഷിക്കാം. ക്ലിയർ ആണ്?
ഇനി നെക്സ്റ്റ് അടുത്ത വേണ്ട ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ബാങ്ക് ഡീറ്റെയിൽസ് ആണ്. ബാങ്ക് ഡീറ്റെയിൽസ് എന്തുകൊണ്ട് ബാങ്ക് ഡീറ്റെയിൽസ് ചോദിക്കുന്നതെന്ന് ചോദിച്ചാൽ റീഫണ്ട് വരാനുണ്ട്. സോ നിങ്ങളുടെ അക്കൗണ്ട് തന്നെ നിങ്ങൾ വെച്ചേക്കുക. അപ്പോൾ നിങ്ങൾക്ക് 500 രൂപ വെച്ച് അപ്ലൈ ആണെങ്കിൽ 400 രൂപ എന്ത് വരും, നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ട് വരും. ഓക്കെ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ എടുത്ത് ഫോട്ടോ, പിന്നെ അത് കഴിഞ്ഞ് സിഗ്നേച്ചർ. അപ്പോൾ ഈ ഫോട്ടോയുടെയും സിഗ്നേച്ചറിൻ്റെ കേസ് പറയുമ്പോൾ അവിടെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ എടുക്കുക. പേജ് നമ്പർ 25 ഒന്ന് എടുക്കുക കേട്ടോ. പേജ് നമ്പർ 25 താഴേക്ക് പോകാൻ നമുക്കൊന്ന്. അതിനകത്താണ് ഈ ഫോട്ടോയുടെയൊക്കെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യുന്നത് കൃത്യമായിട്ട് പറയുന്നത്. എത്ര KB ആണ് വേണ്ടത് അതൊക്കെ പറയുന്നത് പേജ് നമ്പർ 25 ആണ്. താഴെ കിടപ്പുണ്ട്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ അതാ ഇവിടെ മെയിലേക്ക് വരും. ഓക്കെ, നിങ്ങൾക്ക് കാണാം ഫോട്ടോഗ്രാഫിൻ്റെ സൈസ് വന്നിട്ട് അത്ര 20 KB മുതൽ 50 KB വരെയാണ് ഫോട്ടോഗ്രാഫിൻ്റെ സൈസ് വരേണ്ടത്. അത് കഴിഞ്ഞ് സിഗ്നേച്ചർ ആണെങ്കിലോ സിഗ്നേച്ചറിൻ്റെ സൈസ് വരുന്നത് 10 KB മുതൽ 40 KB വരെയാണ്. JPEG ആയിരിക്കണം ഫോർമാറ്റ്. ആ ഡീറ്റെയിൽസ് ഒക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. നമ്മുടെ നോട്ടിഫിക്കേഷനിലെ 25ാമത്തെ പേജിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അപ്ലോഡ് ചെയ്തേക്കാം. പിന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈൽ നമ്പറാണ്. സോ മൊബൈൽ നമ്പർ OTP ബാക്കിയെല്ലാം വരാനുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക്, ഈ 5 പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ടിരുന്നാൽ മതി. ഉറപ്പായിട്ട് ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇത്രയാണ് നമുക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് വരേണ്ടത്. പിന്നെ അത് കഴിഞ്ഞാൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് പിന്നീട് നമുക്ക് തിരുത്താം. കറക്ഷൻ വിൻഡോയുടെ ഡേറ്റ് ഒക്കെ നോട്ടിഫിക്കേഷനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ക്ലിയർ ആണ്. ഇനി അടുത്ത എക്സാം നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? എന്തായാലും ഇപ്പോൾ JEEയുടെ നോട്ടിഫിക്കേഷൻ വന്നായിരുന്നു, പാരാമെഡിക്കലിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നായിരുന്നു, RPFൻ്റെ നോട്ടിഫിക്കേഷൻ വന്നായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഏത് വരത്തുള്ളൂ, NTPCയുടെ എക്സാം വരത്തുള്ളൂ. സോ അടുത്ത വർഷം 2025 ഒരു ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ ലാസ്റ്റ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം. CBT 1 എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം. CBT 2 ആണെങ്കിൽ അത് കഴിഞ്ഞ ഉടനെ CBT 2 കാണും. പക്ഷേ CBT 1 ഒരു ക്വാളിഫയിങ് എക്സാം മാത്രമാണ്. അതിൻ്റെ മാർക്ക് എന്ത് ചെയ്യത്തില്ല, ലാസ്റ്റ് കൗണ്ട് ചെയ്യത്തില്ല. അവസാനം ഏത് മാത്രമേ കൗണ്ട് ചെയ്യത്തുള്ളൂ, CBT 2ൻ്റെ മാർക്ക് മാത്രമേ കൗണ്ട് ചെയ്യത്തുള്ളൂ. ക്ലിയർ ആണ്. ഇനി അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ ഇതിൻ്റെ വിഷൻ സ്റ്റാൻഡേർഡ് ബാക്കിയെല്ലാം പറയുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ 2 നോട്ടിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ നോക്കാം. ഫസ്റ്റ് വൺ ഒന്ന് നോട്ടിഫിക്കേഷനിലേക്ക് പോവാം. ഇവിടെ നമ്മുടെ ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡേറ്റും ബാക്കിയെല്ലാം നോട്ടിഫിക്കേഷൻ്റെ ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട്. അതായത് 14-ാം തീയതി മുതൽ അപ്ലൈ ചെയ്ത് തുടങ്ങാം. അടുത്ത മാസം ഒക്ടോബർ 13 വരെ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞ് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്ന ഡേറ്റ് ഒക്കെ ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. 16/10/2024 മുതൽ 25/10/2024 വരെ കറക്ഷൻ വിൻഡോ ബാക്കിയെല്ലാം എന്ത് ചെയ്യും, ഓപ്പൺ ആവും. പിന്നെ മെഡിക്കൽ സ്റ്റാൻഡേർഡും ഒക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ ആണെങ്കിൽ B2 ആണ് സ്റ്റാൻഡേർഡ് പറയുന്നത്. ദെൻ സ്റ്റേഷൻ മാസ്റ്ററും ഗുഡ്സ് ട്രെയിൻ മാനേജറൊക്കെ ആണെങ്കിൽ A2 ആണ് സ്റ്റാൻഡേർഡ് വരുന്നത്. അപ്പോൾ അവിടെ സ്പെക്സ് വയ്ക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഏതൊക്കെയാണ്, സ്റ്റേഷൻ മാസ്റ്റർ, പിന്നെ ഗുഡ്സ് ട്രെയിൻ മാനേജർ. ബാക്കി ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റും സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ഒക്കെ ആണെങ്കിൽ സ്പെക്സ് വയ്ക്കുന്നവർക്കും എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, പിന്നെ അത് കഴിഞ്ഞടുത്ത് ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ്, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ഒക്കെ സ്പെക്സ് വയ്ക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം പറ്റാവുന്ന അത്രയും പോസ്റ്റിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അപ്ലൈ ചെയ്യുക. എന്നിട്ട് അടിപൊളി ഒരു സ്ട്രാറ്റജിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രിപ്പറേഷൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. PSC പഠിക്കുന്ന കുട്ടികൾക്കും സൂപ്പറായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ പറ്റും. കാര്യം സിലബസ് നോക്കുകയാണെങ്കിൽ സിലബസിനകത്ത് 3 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. മാത്സ്, റീസണിങ്, GK. കടലോളം പഠിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഈ എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ച് ഇതൊക്കെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റാവുന്നേ ഉള്ളൂ. അതിൻ്റെ സൂപ്പർ സ്ട്രാറ്റജി ബാക്കിയൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു സെഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കാണാം. സോ പ്രിപ്പറേഷൻ നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം, അപ്ലൈ ചെയ്യുക, എന്നിട്ട് അടിപൊളിയായിട്ട് പഠിക്കാം. പരീക്ഷ നടക്കുകയാണെങ്കിൽ ആദ്യ റാങ്കുകൾക്കകത്ത് ആര് വരണം, നിങ്ങൾ വരണം. അതിനുവേണ്ടി വർക്ക് ചെയ്യാം നമുക്ക്. അപ്പോൾ നെക്സ്റ്റ് ഒരു സെഷനിൽ കാണാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ബൈ.